അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ ആണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. 26-ാമത്തെ ശ്ലോകം അടക്കം ആ ഭാഗങ്ങൾ പാരായണം ചെയ്യണം. പുരാണമുത്തമം പുണ്യം ശ്രീമദ്ഭാഗവതാഭിധം. 18 സഹസ്രാണി ശ്ലോകാസ്തത്ര തു സംസ്കൃതാ. സ്കന്ധാ 12 ചൈവാത്ര കൃഷ്ണേന വിഹിതാ ശുഭാ. 300 പൂർണ്ണമധ്യായ 18 യുതാ സ്മൃതാ. 20 പ്രഥമേ തത്ര ദ്വിതീയേ 12 തു. 30 തൃതീയേ തു. ചതുർത്ഥേ 25. 35 തഥാധ്യായ പഞ്ചമേ പരികീർത്തിത. 31 തഥാ ഷഷ്ഠേ 40 സപ്തമേ. അഷ്ടമേ തത്വസംഖ്യാശ്ച 50 നവമേ തഥാ. 13 തു സംപ്രോക്ത ദശമേ മുനിനാ കില. തഥാ ചൈകാദശ സ്കന്ധേ 24 14 ചാധ്യായ 12 മുനിസത്തമ. ഏവം സംഖ്യാ സമാഖ്യാത പുരാണേസ്മിൻ മഹാത്മന. 18 സഹസ്രീയാ സംഖ്യാ ച പരികീർത്തിത. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണി ച. വംശാനുചരിതം ചൈവ പുരാണം 5 ലക്ഷണം. നിർഗുണായ സദാ നിത്യ വ്യാപികാ വികൃതാ ശിവ. യോഗഗമ്യാഖിലാധാര തുരീയാ യാ ച സംസ്ഥിത. തസ്യാസ്തു സാത്വികീ ശക്തി രാജസീ താമസീ തഥാ. മഹാലക്ഷ്മി സരസ്വതി
മഹാകാളീതി താത്രയാം താസാം തിസൃണാം ശക്തീനാം ദേഹാംഗീകാരലക്ഷണ സൃഷ്ട്യർത്ഥം ച സമാഖ്യാത സർഗശാസ്ത്രവിശാരദൈ ഹരിദ്രുഹിണരുദ്രാണാം സമുൽപത്തിസ്തതസ്മൃത പാലനോൽപത്തിനാശാർത്ഥം പ്രതിസർഗസ്മൃതോ ഹി സ സോമസൂര്യോദ്ഭവാനാം ച രാജ്ഞാം വംശപ്രകീർത്തനം ഹിരണ്യകശിപ്വാദീനാം വംശാസ്തേ പരികീർത്തിത സ്വയംഭുവമുഖ്യാനാം ച മനൂനാം പരിവർണനം കാലസംഖ്യാ തഥാ തേഷാം തത്തന്മന്വന്തരാണി ച തേഷാം വംശാനുകഥനം വംശാനുചരിതം സ്മൃതം പഞ്ചലക്ഷണയുക്താനി ഭവന്തി മുനിസത്തമാ സപാദലക്ഷം ച തഥാ ഭാരതം മുനിനാ കൃതം ഇതിഹാസ ഇതി പ്രോക്തം പഞ്ചമം വേദസംഹിതം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ പ്രഥമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമയാണ്, പരിഭാഷയാണ് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഉത്തരോത്തരമി ഗ്രന്ഥം പുണ്യപ്രദവുമാണല്ലോ, ഉത്തമമാം ശ്രീമദ് ഭാഗവത പുരാണം. പുരാണത്തിൽ ഈ വിധമാം സാരഗർഭമായിട്ടുള്ള 18,000 ശ്ലോകങ്ങളുണ്ട്. വേദവ്യാസനായിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ തീർത്ത വേദസാരമായിട്ടുള്ള ഉത്തമ ഗ്രന്ഥം 12 സ്കന്ധങ്ങളുണ്ട്. അതിലാകവേ 318 അധ്യായങ്ങളുണ്ടെന്നും സത്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഒന്നിൽ 20, രണ്ടിൽ 12, മൂന്നിൽ 30, നാലിലോ 25 അധ്യായമുണ്ട്. പഞ്ചമത്തിൽ 35, ഷഷ്ടത്തിൽ 31, സപ്തമത്തിൽ 40 അധ്യായങ്ങളുണ്ട്. 8ൽ 24, 9ലോ 50, 10ൽ 13 അധ്യായങ്ങളുണ്ടല്ലോ. 11ൽ 24 അധ്യായങ്ങളുണ്ടല്ലോ. 12ലോ അധ്യായങ്ങൾ 14 ഈ വിധത്തിൽ 318 അധ്യായങ്ങളുണ്ട്. ഇതിൽ 18,000 ശ്ലോകവുമുണ്ട്.
അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സർഗം പ്രതി സർഗം വംശം മന്വന്തരം ഇവയ്ക്കൊപ്പം വംശാനുചരിതം ഇവ 5 ലക്ഷണം. സർഗം പ്രതി സർഗം എന്നീ ലക്ഷണങ്ങൾ യഥോചിതം പുരാണത്തിൽ വേണ്ട പോലെ വർണ്ണിച്ചിടേണം. നിത്യയും സർവവ്യാപിയും ഒരിക്കലും വികാരത്തെ പ്രാപിക്കാത്തവളും ശിവ രൂപിണിയായും യോഗം കൊണ്ടു പ്രാപിക്കാവുന്നവളും സർവാശ്രയവും തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളും അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആ ദേവി തൻ സാത്വികവും രാജസവും താമസവും ആയിട്ടുള്ള 3 വിധം ശക്തിഭാവങ്ങൾ. അവയല്ലോ യഥാക്രമം മഹാലക്ഷ്മി സരസ്വതി അതിനൊപ്പം മഹാകാളി എന്നീ ഭാവങ്ങൾ. സൃഷ്ടിക്കായി ഈ വിധത്തിൽ 3 വിധ ശക്തികളെ മൂർത്തിരൂപമായി അംഗീകരിച്ചും കൊണ്ട് പ്രതിപാദിച്ചിടുന്നതാം വസ്തുതകളാണു സത്യം സർഗം എന്ന ലക്ഷണത്താൽ ഉദ്ദേശിപ്പത്. നാരായണനായ വിഷ്ണു നാൻമുഖന ബ്രഹ്മദേവൻ നാഗധാരിയായ രുദ്രൻ എന്നിവരുടെ ഉൽപ്പത്തിയെ പറയുന്നു. സ്ഥിതി സൃഷ്ടി സംഹാരമായി ഉൾക്കൊള്ളുന്നു പ്രതിസർഗം എന്ന ലക്ഷണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സോമസൂര്യവംശത്തിലെ വിവിധ രാജാക്കന്മാരും ഹിരണ്യാദിയാകും ദൈത്യജാലത്തിൻ്റെയും വംശങ്ങൾ തൻ വിസ്തൃതമ വർണ്ണനയെ പറയുന്നു. വംശം എന്ന 3ാമത്തെ ലക്ഷണം തന്നിൽ മനുക്കളിൽ ആദ്യനായ സ്വയംഭുവ മനുവിൻ്റെ മറ്റു മന്വന്തരത്തിലെ മനുക്കളുടെ മഹിമയും അവരുടെ കാലത്തെയും പറയുന്നു. മന്വന്തരം എന്നുള്ളതാം 4ാം ലക്ഷണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അവരുടെ വംശത്തെ കുറിച്ചുള്ളതാം വർണ്ണനതാൽ 5ാമത്തെ ലക്ഷണം വംശാനുചരിതം. അതീവ ശ്രേഷ്ഠന്മാരാകും മുനിമാരെ പുരാണങ്ങൾ 5 ലക്ഷണങ്ങളിവ ഉള്ളവയത്രേ. 1.25 ലക്ഷം ശ്ലോകങ്ങളടങ്ങിയ ഭാരതവും ഒരിക്കൽ ശ്രീവേദവ്യാസൻ രചിച്ചതല്ലോ. ഓർക്കുകയതിൻ്റെ നാമം ഇതിഹാസമെന്നാണല്ലോ. വേദതുല്യമായ അതു പഞ്ചമവേദം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം
ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഈ ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് 29 ദിവസങ്ങൾ പൂർത്തിയാവുന്നു. ഇവിടെ ആദ്യത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഗ്രന്ഥസംഖ്യാനിരൂപണം എന്നാണ് ഈ അധ്യായത്തിന് പേര്. അതിൽ 11-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. പ്രഭാഷണ രൂപത്തിൽ അതിനെ വിശകലനം ചെയ്യുകയാണ്. 11-ാമത്തെ ശ്ലോകം പുരാണമുത്തമം പുണ്യം ശ്രീമദ് ഭാഗവതാഭിധം അഷ്ടാദശസഹസ്രാണി ശ്ലോകാസ്തത്രതു സംസ്കൃത. ഇവിടെ നൈമിഷാരണ്യത്തിൽ ശൗനകൻ തുടങ്ങിയ ഋഷീശ്വരന്മാരോട് സൂതൻ പറഞ്ഞു, ആ ഭഗവതിയെ ധ്യാനിച്ച പുരാണകഥ ഞാൻ മുഴുവൻ പറഞ്ഞു തരാം, നിങ്ങളെല്ലാവരും കേട്ടോളൂ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പോൾ പറഞ്ഞു ഉത്തമം പുണ്യം ശ്രീമദ് ഭാഗവതാഭിധം. ശ്രീമദ് ഭാഗവതം എന്ന അഭിധാനത്തോടുകൂടിയ പേരോടുകൂടിയ ഉത്തമവും പുണ്യവും നിറഞ്ഞതായിരിക്കുന്ന പുരാണം. ഇതിൽ അഷ്ടാദശസഹസ്രാണി ശ്ലോകാസ്തത്രതു സംസ്കൃത. ഇതിൽ സാരഗർഭങ്ങളായിരിക്കുന്ന വേദസാരങ്ങളായിരിക്കുന്ന 18,000 ശ്ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ സ്കന്ധ 12 ചൈവാത്ര, അതേപോലെ ഇതിൽ 12 സ്കന്ധങ്ങളുണ്ട്. കൃഷ്ണേന വിഹിതാ ശുഭ, കൃഷ്ണൻ എന്നുള്ളത് കൃഷ്ണദ്വൈപായനൻ, വേദവ്യാസനാൽ നിർമ്മിക്കപ്പെട്ട ഈ ഉത്തമമായ ഗ്രന്ഥത്തിൽ 12 സ്കന്ധങ്ങളുണ്ട്. 300 പൂർണ്ണമധ്യായ അഷ്ടാദശയുതാസ്മൃത. അങ്ങനെ 12 സ്കന്ധങ്ങളും 300 പൂർണ്ണമധ്യായ 300 അധ്യായങ്ങളും പിന്നെ അഷ്ടാദശയുതാസ്മൃത പിന്നെ ഒരു 18, അങ്ങനെ 318 അധ്യായങ്ങളും ഉണ്ട്. പിന്നെ ഓരോ സ്കന്ധത്തിലും എത്ര ശ്ലോകങ്ങളാണ് എന്നാണ് പിന്നീട് പറഞ്ഞത്. 20 പ്രഥമേ തത്ര, പ്രഥമ സ്കന്ധത്തിൽ ആദ്യത്തെ സ്കന്ധത്തിൽ 20, ദ്വിതീയേ 12 രണ്ടാമത്തേലോ 12, 30 തൃതീയേ തു മൂന്നാമത്തെ സ്കന്ധത്തിൽ, തൃതീയ സ്കന്ധത്തിൽ അവിടെ 30. അതേപോലെ നാലാമത്തെ ചതുർത്ഥേ 25, നാലാമത്തെ സ്കന്ധത്തിൽ 25 ശ്ലോകങ്ങളാണ്, 25 അധ്യായങ്ങളാണ്. പിന്നെ 35 തഥാധ്യായ പഞ്ചമേ പരികീർത്തിത. പഞ്ചമേ, 5-ാമത്തെ സ്കന്ധത്തിൽ എത്രയുണ്ടെന്നാ പറഞ്ഞത്? അവിടെ 35 അധ്യായങ്ങൾ. 35 തഥ 31 തഥ 31 അധ്യായങ്ങളാണ് ഷഷ്ഠേ, 6-ാമത്തെ അധ്യായത്തിലുള്ളത്. എന്നാൽ സപ്തമേ, 7-ാമത്തേലോ 40, അവിടെ 7-ാമത്തേതിൽ 40 അധ്യായങ്ങളുണ്ട്. അഷ്ടമേ തത്വസംഖ്യാശ്ച 50 തഥാ 13 സംപ്രോക്ത ദശമേ മുനിനാ കില. അഷ്ടമേ, 8-ാമത്തെ സ്കന്ധത്തിൽ 24, അതേപോലെ 9-ാമത്തെ സ്കന്ധത്തിൽ 50, 10-ാമത്തെ സ്കന്ധത്തിൽ 13 എന്നും പറയപ്പെട്ടിരിക്കുന്നു. തഥാ ചൈകാദശ സ്കന്ധേ, ഏകാദശ സ്കന്ധത്തിലോ 24 24 അധ്യായങ്ങളുണ്ട്. അതേപോലെ 12-ാമത്തെ സ്കന്ധത്തിൽ 14 ചാധ്യായ 12 മുനിസത്തമ, 12-ൽ 14 അധ്യായങ്ങളുണ്ട്. അങ്ങനെ ഈ പുരാണത്തിൽ 318 അധ്യായങ്ങൾ ഉണ്ട്. 20-ഉം 12-ഉം 32, 32-ഉം 30-ഉം 62, 62-ഉം 25-ഉം 87, 87-ഉം 35-ഉം 122, 122-ഉം 31-ഉം 153, 153-ഉം 40-ഉം 193, 193-ഉം 24-ഉം 217, 217-ഉം 50-ഉം 267, 267-ഉം 13-ഉം 280, 280-ഉം 24-ഉം 304, 304-ഉം 14-ഉം 318.
ഇങ്ങനെ 318 അധ്യായങ്ങളുണ്ട്. ഏവം സംഖ്യാ സമാഖ്യാത പുരാണൈസ്മിൻ മഹാത്മന അഷ്ടാദശ സഹസ്രീയ സംഖ്യാച പരികീർത്തിത. അതേപോലെ തന്നെ ഈ പുരാണത്തിൽ 318 അധ്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞു. 18,000-ൽ പരം ശ്ലോകങ്ങളും ഉള്ളതായി വ്യാസൻ പറഞ്ഞിരിക്കുന്നു. കൃഷ്ണദ്വൈപായനൻ വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 5 ലക്ഷണങ്ങളുണ്ട് ഇതിനെന്ന് പറയാണ്. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിച്ച വംശാനുചരിതം ചെയ്വ പുരാണം പഞ്ചലക്ഷണം. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരങ്ങള്, വംശാനുചരിതം, ഇത് 5 പുരാണത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ സർഗം, പ്രതിസർഗം തുടങ്ങിയ ഈ ലക്ഷണങ്ങൾ വേണ്ടതുപോലെ വർണ്ണിക്കണം. അപ്പോഴാണ് പുരാണം എന്ന് പറയാൻ സാധിക്കുക. ഇനി എന്താണ് ഈ സർഗം, എന്താണ് പ്രതിസർഗം എന്നുള്ളതാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. നിർഗുണായ സദാ നിത്യ വ്യാപിക വികൃത ശിവ യോഗഗമ്യ അഖിലാധാര തുരീയ യാച സംസ്ഥിത. സർഗം എന്താണെന്നാണ്. നിത്യയും സർവവ്യാപിയുമായിരിക്കുന്ന, ഒരിക്കലും വികാരം പ്രാപിക്കാത്ത, ശിവ മംഗളസ്വരൂപിണിയായിരിക്കുന്ന, യോഗം കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നവളായിരിക്കുന്ന, യോഗഗമ്യ അഖിലാധാര എല്ലാത്തിനും ആധാരമായിരിക്കുന്ന, തുരീയ യാച സംസ്ഥിത. അവിടെ 4ാമത്തെ അവസ്ഥ. നമുക്കൊക്കെ സാധാരണ രീതിയിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇതേ ഉള്ളൂ. അതിനപ്പുറമുള്ള അവസ്ഥയാണ് തുരീയാവസ്ഥ. ആ തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന ഏതൊരു ദേവിയുണ്ടോ ആ ദേവിയുടെ തസ്യാസ്തു സാത്വികി ശക്തി രാജസി താമസി തഥാ. സാത്വികമായ ശക്തി, രാജസമായ ശക്തി, താമസമായ ശക്തി. ഇത് എങ്ങനെ അറിയപ്പെടുന്നു? മഹാലക്ഷ്മി, സരസ്വതി, മഹാകാളീതി താത്രയ. ഈ രൂപത്തിലാണ്. മഹാലക്ഷ്മിയാണ് സത്വഗുണപ്രധാനമുള്ളത് ശക്തിഭാവം, രജോ ഗുണപ്രധാനമുള്ളത് സരസ്വതിയാണ്, തമോ ഗുണപ്രധാനം ആയിട്ടുള്ളത് മഹാകാളിയാണ്, സാത്വികമായിട്ടുള്ളത് വിഷ്ണുവാണ്, രജോ ഗുണാധിക്യമുള്ളത് ബ്രഹ്മാവാണ്, തമോ ഗുണാധിക്യമുള്ളത് രുദ്രനുമാണ്. അപ്പം ഈ 3 ശക്തികളെ മൂർത്തിരൂപത്തിൽ അംഗീകരിച്ചും കൊണ്ട് താസാം തിസൃണാം ശക്തീനാം ദേഹാംഗീകാര ലക്ഷണ സൃഷ്ട്യർത്ഥം ച സമാഖ്യാത സർഗ ശാസ്ത്രവിശാരദൈ. അപ്പോൾ ഇതിനെയൊക്കെ അംഗീകരിച്ചും കൊണ്ട് പ്രതിപാദിക്കുന്ന വസ്തുതകളാണ് സർഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ശാസ്ത്ര പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ ഹരിദ്രുഹിണ രുദ്രാണാം, വിഷ്ണു, ബ്രഹ്മാവ്, രുദ്രൻ, ഇവരുടെ ഉൽപ്പത്തി സമുൽപ്പത്തി തതസ്മൃത. പിന്നെ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഹരി പരിപാലനത്തിനും, ദ്രുഹിണ ആ ബ്രഹ്മാവ് സൃഷ്ടിക്കും, രുദ്രൻ വിനാശത്തിനും, ഇതിനു മുൻനിർത്തിയാണ് ഇവരുടെ സൃഷ്ടി. ഇതിനെയാണ് പ്രതിസർഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്താ? സർഗം, പ്രതിസർഗം, വംശം. സോമസൂര്യോദ്ഭവാനാം ച രാജ്ഞാം വംശപ്രകീർത്തനം. സോമവംശത്തിലെയും സൂര്യവംശത്തിലെയും രാജാക്കന്മാരുടെ, അതോടൊപ്പം ഹിരണ്യകശിപു ആദീനാം, ഹിരണ്യകശിപു തുടങ്ങിയവരുടെയും ഒക്കെ വംശവർണ്ണനകളെ വംശം എന്ന ലക്ഷണം കൊണ്ട് പ്രതിപാദിക്കുന്നു. സ്വായംഭുവമുഖ്യാനാം ച മനൂനാം പരിവർണ്ണനം കാലസംഖ്യ തഥാ തേഷാം തത്തത് മന്വന്തരാണിച്ച. സ്വയംഭുവ പ്രമുഖന്മാരായിരിക്കുന്ന മനുക്കളുടെ, ആദ്യത്തെ മനുവാണ് സ്വയംഭുവൻ, സ്വയംഭുവിൽ നിന്നുണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള മനുക്കളുടെ കാലം മന്വന്തരം, അതിനെയാണ്, അതിൻ്റെ വർണ്ണനയാണ് മന്വന്തരങ്ങൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതോ തേഷാം വംശാനുകഥനം, വംശാനുചരിതം സ്മൃതം. അവരുടെ വംശത്തെക്കുറിച്ചുള്ള കഥയാണ്, കഥനമാണ് വംശാനുചരിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചലക്ഷണയുക്താനി ഭവന്തി മുനിസത്തമ. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, ഈ 5 ലക്ഷണങ്ങൾ ഉള്ളവയാണ് പുരാണങ്ങൾ എന്ന് മനസ്സിലാക്കൂ. സപാദലക്ഷം ച തഥാ ഭാരതം മുനിനാകൃതം ഇതിഹാസ ഇതി പ്രോക്തം
പഞ്ചമം വേദസംഹിതം. അപ്പോൾ ഇവിടെ 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ഭാരതം, അതും മുനിനാകൃതം. ഭാരതം ച മുനിനാകൃതം, ഭാരതവും വേദവ്യാസൻ നിർമ്മിച്ചതാണ്. ഇതിനെ ഇതിഹാസ ഇതി പ്രോക്തം പഞ്ചമം വേദസംഹിതം, ഇത് 5ാമത്തെ വേദം എന്ന് പ്രസിദ്ധമാണ്, വേദതുല്യമാണ് ഇത് ഈ ഭാരതം എന്നും പറയുന്ന 26ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.